ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഫാമിലേക്ക് പശുക്കളെ കൊണ്ടുപോകണേ. അതായത് ചേച്ചിക്കുട്ടിയുടെ ഫാമിലേക്ക് വയൽ വഴിയാണ് കൊണ്ടുപോകണേ. അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ വയൽ വഴി നടത്തിക്കൊണ്ട് വേണം അവളുടെ അപ്പുറത്തെ വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പോൾ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഒരെണ്ണം വഴി തെറ്റിയതാ. ഈ രണ്ടെണ്ണം ഈ മരിച്ചിന്റെ ഇടയിൽ കയറിയായിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ട എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അതിന് വഴി അറിഞ്ഞൂടാ, പുതിയ വഴി. അതിന് പിടിച്ച് കൊണ്ടുപോയാലേ ബാക്കി പശുവിന്റെ ബാക്കിൽ നിന്ന് പോവുള്ളൂ. അത് അങ്ങനെ പശുക്കളെല്ലാം കൊണ്ട് നമ്മുടെ പുതിയ തൊഴുത്തിൽ കയറ്റിയായിരുന്നു. പക്ഷെ ഇതിന്റെ ബാക്കി നമ്മൾ അന്ന് ഉടനെ എടുക്കാൻ പറ്റില്ല. എനിക്ക് പിന്നെ ക്ലാസ്സിന് പോകണം, ആദ്യക്കുട്ടിന് സ്കൂളിൽ പോകണം. നമ്മൾ അന്ന് വെളുപ്പിനെ എടുത്തതാണ് ഈ കൊണ്ടുവരുന്നതായിട്ട്. കയറ്റിയ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇന്ന് നമ്മൾ പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇതൊരു വൈകിട്ട് സമയത്താണ് എടുക്കുന്നത്. അപ്പോൾ പശുക്കളെല്ലാം പുതിയ തൊഴുത്തിനകത്ത് കയറ്റിയായിരുന്നു. അപ്പോൾ ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ കമന്റിൽ ചോദിച്ചിട്ടാണ് ഈ തൊഴുത്ത് കാണിച്ചപ്പോൾ. അതിപ്പോൾ ഞാൻ വരുമ്പോഴൊന്നും ഇവിടെ ആ ചേട്ടൻ കാണത്തില്ല. അപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ അറിയാം ഇത് എത്ര രൂപയായെന്നൊക്കെ. അപ്പോൾ അത് ഞാൻ പറയാം എത്ര രൂപയായെന്ന്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം. അകത്ത് ക്ലീൻ ചെയ്യാൻ മാത്രം കയറിയാൽ മതി. പശുവിനെ കറക്കാൻ വേണ്ടി ഉള്ള മെഷീന്റെ പൈപ്പ് കണക്ഷനൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. ഇവർക്ക് നേരത്തെ അവിടെ പശു ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ മെഷീൻ കറവ മെഷീൻ വെക്കുന്ന റൂം അതിന്റെ അടുത്തായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മെഷീൻ വെക്കാനും അതിന്റെ തീറ്റയും കാര്യങ്ങളും വെക്കാനായിട്ട് റൂം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ തൊഴുത്ത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഒരു തൊഴുത്തിൽ നമുക്ക് പശുക്കളെ ഇങ്ങനെ കെട്ടാം. അപ്പോൾ ഇത് പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ കറവ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ല, വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നതാണെന്ന്. ശരിയാണ്, നമ്മൾ സ്ഥിരമായിട്ട് കറക്കുന്നവരല്ല. നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് കറക്കുന്നതെങ്കിൽ പല പ്രാവശ്യം വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കറവ വീഡിയോ ചോദിച്ചപ്പോഴും നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് കറക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കറക്കാൻ അറിയാം. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് കറക്കേണ്ടി വന്നാൽ നമ്മൾ കറക്കും. അല്ലാതെ എക്സ്പെർട്ട് ഒന്നും അല്ല നമ്മൾ മെഷീൻ യൂസ് ചെയ്താണ് കറക്കുന്നത്. എന്റെ പപ്പയൊക്കെ നേരെ കറക്കും. പപ്പ അനിയനൊക്കെ അവർക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമുക്കറിയാവുന്നില്ല നമ്മൾ പശുവിനെ നമ്മൾ ഇങ്ങനെ കറക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം തൊട്ടുള്ള കറവയല്ല കാണിച്ചത്, മെഷീൻ വെച്ച് കറന്നിട്ട് ശേഷമുള്ള പാല് കറന്നെടുക്കുന്ന വീഡിയോ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം തൊട്ട് നമ്മൾ ഒരു പശുവിനെയും കൈക്ക് അങ്ങനെ ഇതുവരെ നമ്മൾ മെഷീൻ വന്നതിന് ശേഷം കറത്തില്ല. ഏകദേശം 9-10 വർഷം കൊണ്ട് മെഷീൻ കറവയാണ് വീട്ടില്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിക്കൊണ്ട് വിചാരിക്കുന്നു. ഈ ഫാമിന്റെ നമ്മള് ഇത് ചെലവ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഷീറ്റും പഴയ ഷീറ്റാണ്, ടാർപ്പോയും കൊണ്ടാണ് മേള് ചെയ്തേക്കുന്നത്. അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തൊഴുത്തിൽ കെട്ടിയും കൂടെ കാണിക്കണമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് തൊഴുത്തിന്റെ രീതി എന്നറിയാം. അതിനാണ് പശു കെട്ടിയതിന് ശേഷം കാണിച്ചത്. നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞിട്ടാണ് പശുവിനെ തൊഴുത്തിലത് കയറ്റിയത്. അതുകൊണ്ടാണ് ആ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. നമ്മളെ പള്ളിയിൽ അച്ഛന്റെ സമയമൊക്കെ നോക്കി വേറെ ദിവസമായിരുന്നു പ്രയർ വെച്ചിട്ട് പശുവിനെ കയറ്റിയത് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലിൽ പശുക്കളുടെ വീണ്ടും ഉപയോഗപ്രദമായ ടിപ്പുകളായിട്ട് വീണ്ടും വരും. അതൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ നമ്മൾ വീണ്ടും വരും. അപ്പോൾ ആദ്യക്കുട്ടി ഇപ്പോഴായിട്ട് വന്നേ നമ്മളെ വീണ്ടും കുറച്ച് താഴെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് നടന്നു പോയിട്ട് ദൂരെ ഇപ്പം ഈ പുതിയ ചേച്ചി വെച്ച പുതിയ വീടും നമ്മളുമായിട്ടുള്ളൂ. പഴയ വീട് ഇച്ചിരി ദൂരെയാണ്. എന്നാലും ഇതിനേക്കാളും കുറച്ചും കൂടെ ഇതിന് അവിടെ നിന്നും ഇവിടം വരെ ഈ വീട് വരെ നടന്നു വരേണ്ട ദൂരേ ഉള്ളൂ. പശുക്കളൊക്കെ നടത്തിയൊക്കെ വരാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ മറക്കാതെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ ബൈ.